ഹായ്, നിങ്ങളുടെ ഓണമൊക്കെ എവിടം വരെ എത്തി? ഞാൻ കടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാങ്ങ അരിയാണ്. അച്ചാർ പഴയതുണ്ട്, പക്ഷെ എന്നാലും ഓണത്തിന് പുതിയതാകട്ടെ എന്ന് എഴുതിയിട്ട് അരിയാണ്. ഇവിടെ അബുദാബിയിൽ എൻ്റെ കിച്ചണിലാണ് ഞാൻ ഇരിക്കണമെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ നാട്ടിലാണ്. കാരണം ഇത്തവണ നാട്ടിൽ പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു, പക്ഷേ നടന്നില്ല. ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, പണ്ട് നാട്ടിലായിരിക്കുമ്പോൾ ചെറുതിലെ പള്ളിയിൽ നിന്ന് ഈ ഓണത്തിൻ്റെ സമയത്ത് പള്ളി വിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വഴിനീളം ഓരോ വീട്ടിൻ്റെ മുറ്റത്തോട്ട് എത്തി നോക്കിയിട്ട് പോകും. ഗേറ്റില്ലാത്ത വീടാണെങ്കിൽ ഇച്ചിരി കയറി നോക്കിയിട്ട് പോകും. ഗേറ്റ് ഉള്ളതാണെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കി ഓരോ മുറ്റത്തെയും അത്തപ്പൂക്കളം കാണാൻ വേണ്ടിയിട്ട്, ഓരോ ഡിസൈന് കാണാനായിട്ട് കണ്ട് ഒരു വീടെത്തുന്നതിന് മുമ്പ് ഒരു മുക്കിലെത്തുമ്പോൾ അവിടെ നമ്മുടെ ഈ ഓരോ ഗ്യാങ് ഉണ്ടാവുമല്ലോ ഏരിയയിൽ, അവരുടെ വലിയ പൂക്കളം ഉണ്ടാവും, ചെറിയൊരു ഷെഡ് കെട്ടിയിട്ട്. അവിടേക്ക് നിന്ന് നോക്കി അന്തം വിട്ട് അത് കുറേ നേരം കണ്ടിട്ടൊക്കെ വീട്ടിലോട്ട് വരുന്നത്. എൻ്റെ മക്കൾക്ക് ആ ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഓർക്കാനൊരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ട് എനിക്ക്. പിന്നെ അങ്ങനെ ചിന്തിച്ച് ഇപ്പോൾ നമ്മൾ പറയും, പണ്ടൊന്നും നമ്മൾ ജാതി മതം നോക്കൂലായിരുന്നു, ഇപ്പോഴാണ് ഇതൊക്കെ ഈ ജാതി മതമൊക്കെ നോക്കി ആൾക്കാരിങ്ങനെ തുടങ്ങുന്നത്. പണ്ട് നോക്കുമായിരുന്നു, എപ്പോഴാണെന്നറിയാമോ? ഈ ഓണത്തിൻ്റെ പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ. ഓണമാകുമ്പോൾ എൻ്റെ ഏതൊക്കെ ഹിന്ദു കൂട്ടുകാരുണ്ടെന്ന് നമ്മൾ ചിന്തിക്കും, പോയി സദ്യ ഉണ്ണാനും പലഹാരം മേടിക്കാനും. പെരുന്നാളാകുമ്പോൾ എനിക്ക് ഏതൊക്കെ മുസ്ലിം കൂട്ടുകാരുണ്ടെന്ന് അവരും ചിന്തിക്കും, ബിരിയാണി കഴിക്കാനും അങ്ങനെ അവരുടെ പലഹാരം കഴിക്കാനും ഒക്കെ. ഞാനിതൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു. സാധാരണ ഓണത്തിന് അങ്ങനെ ഇങ്ങോട്ട് കിട്ടേണ്ടടുത്ത് ഇതിപ്പോൾ ഓണപ്പലഹാരവും സദ്യയൊക്കെ ഞാൻ സെറ്റ് ചെയ്യാണ്. ആ ഒരു എനിക്ക് എൻ്റെ ആ നാടെന്നുള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ അപ്പുറത്തെ റൂമിലൊക്കെ അവിടെ അടുത്തൊരു ഫാമിലിയുണ്ട്, വേറെ 2-3 പെൺകുട്ടികളുണ്ട്. എല്ലാവരുമായിട്ട് നാളെ സദ്യ ഓണം ആഘോഷിക്കാമെന്നുള്ളൊരിതിൽ. അന്നേരം എന്നെ ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വല്ലാണ്ടൊരു മിസ് ചെയ്യുന്ന ഒരു ഫീല്, ഞാൻ ആ അത്തപ്പൂക്കളം നോക്കി വന്നതാണ്. ഇവിടെ ഈ നാട്ടിൽ അങ്ങനെ കാണാൻ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ലുലുവിലൊന്ന് പോയി നോക്കണം, വൈകിട്ട് ലുലുവിലൊന്ന് പോകണം. അവിടെ ഉണ്ടാവും എല്ലാം. നമ്മുടെ നാട്ടിലെ ഓരോ ആഘോഷങ്ങൾക്കും ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യും. ലുലുവിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ഒരു ഇത് സെറ്റ് ചെയ്യും. അപ്പോൾ ഓണപ്പൂക്കളം ഇനി അവിടെ പോയി കാണണം. നിങ്ങളുടെ 90s കിഡ്സിൻ്റെ ഇതേപോലെ ഓണമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യട്ടോ, കമൻ്റായിട്ടോ അതല്ലെങ്കിൽ വീഡിയോ ആയിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക. നമ്മൾ മിസ് ചെയ്യുന്ന ആ ഓർമ്മകളൊക്കെ ഇപ്പോൾ ഉള്ള കുട്ടിയൊക്കെ അത് എത്രത്തോളം മിസ് ചെയ്യുമോ, അല്ലെങ്കിൽ അത് എത്രത്തോളം ആ ഓർമ്മ ഉണ്ട് എന്നുള്ളത് എനിക്കത് അറിയത്തില്ല. കാരണം ഏറ്റവും ബെസ്റ്റ് ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ 90s കാലഘട്ടം തന്നെയാണ്. 90s കിഡ്സിൻ്റെ ആ ഒരു സമയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കിട്ടിയിരുന്ന ഒന്നും ഇനി എൻ്റെ മക്കൾക്ക്, കാരണം ഏറ്റവും ലാസ്റ്റായിട്ട് അത് കിട്ടിയത് നമുക്കാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് കിട്ടിയ എൻ്റെ കുട്ടിക്കാലമൊന്നും ഒരു കാരണവശാലും അതിപ്പോൾ ഞാൻ അവർക്ക് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നാൽ പോലും നമ്മുടെ നാട് പോലും മാറിപ്പോയി. ഒരിക്കലും ഇനി ആ ഒരു പഴയ അറ്റ്മോസ്ഫിയറൊന്നും അവർക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കാലഘട്ടം ഞങ്ങളുടെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് കിട്ടിയിരുന്ന പലതും ഇപ്പോൾ ഉള്ള പല കുട്ടികൾക്കും കിട്ടുന്നില്ല എൻ്റെ ആ കുട്ടിക്കാലത്ത്. നിങ്ങളുടെ ആ ഓണവുമായി സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ ജസ്റ്റ് കമൻ്റായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം ആരൊക്കെ എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന്.